ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മോഡൽ എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാന്നാണ് കാണിക്കുന്നത്. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം തന്നെ യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷോൾഡറും നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്ക് എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക. ഞാൻ സാധാരണയായിട്ട് 2.75 എടുക്കാറ്. അപ്പൊ അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 3.25 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതൊന്ന് ഫോൾഡ് ചെയ്തിടുക. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ സെന്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ സെന്റർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ബോൾസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ വേണം. ഇതിന്റെ നീളവും വീതിയും വരുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചുള്ള കുറച്ച് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ബോൾസ് എടുക്കുന്നുണ്ട്, തെർമോക്കോളിന്റെ ബോൾസ് ആണ്. ഇത് ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ സെന്ററിൽ വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ എത്രണ്ണം വേണോ അത്രയും നമുക്ക് ചെയ്തെടുക്കാം. അടുപ്പിച്ച് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അകത്തിയും വെക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് അടുപ്പിച്ചാണ് വെക്കുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതിന്റെ ആ ഒരു ബോളിൽ തട്ടാതെ തൊട്ടപ്പുറത്തുകൂടി നമ്മൾ കുറച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഞാനിതാ ഇവിടെ എനിക്ക് വേണ്ടത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു ബോൾസ് നമ്മുടെ മെറ്റീരിയലിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അതങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. ഇൻവിസിബിൾ സിബൊക്കെ വെക്കുമല്ലോ, ആ ഒരു ഫൂട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ബോൾസ് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ മേള് മുതൽ താഴെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ബോൾസിൽ തട്ടാതെ നോക്കിയാൽ മതി. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ താഴെ വരെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്ക് മേളിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും പിന്നെ താഴെ നമ്മുടെ ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും മാറ്റിയിട്ട് വേണം നമ്മൾ ഉള്ളിൽ വേണം ബോൾസ് വെച്ച് കൊടുക്കാൻ. അപ്പൊ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി മേളിൽ ഇട്ട് കൊടുക്കാം. മേളിലും താഴെയും ഞാനിവിടെ കണ്ടോ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഇവിടെ ബോൾസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ എക്സസ് വന്നിട്ടുള്ള ആ മെറ്റീരിയലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഭാഗം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിന്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു 1/4 ഇഞ്ചിൽ തന്നെ നമ്മുടെ ആ ഒരു സീം അലവൻസ് ഒക്കെ ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് അതിന്റെ മേളിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ മോള് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ചിലായിരിക്കണം. ആ ഒരു ബോളിൽ തട്ടാതെ നോക്കണം. ആ ഒരു സീം അലവൻസ് ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതാ ഞാനിവിടെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, റൈറ്റ് സൈഡിലെ ഭാഗം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നെക്ക് അടിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നെക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സീം അലവൻസ് ഒന്നും പുറത്തേക്ക് കാണില്ല, ഫുൾ അകത്തേക്ക് പോയിട്ടുള്ള രീതിയാണ്. അപ്പൊ ഞാനിവിടെ ബോട്ടം പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവിടെ മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സീം അലവൻസോ കാര്യങ്ങൾ ഈ ഒരു ബോൾസിന്റെ സാധനങ്ങളൊന്നും കാണില്ല, എല്ലാം അകത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യുന്ന രീതി. ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള ഈ ഒരു വീഡിയോ. ബൈ.